അപ്പോൾ നമ്മൾ +1 പഠിച്ചു കഴിഞ്ഞു, +2ലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് +1 +2 ഇങ്ങനെയാണ്, ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിച്ചാലേ പാസ്സാവുള്ളൂ, ഇങ്ങനെ പഠിച്ചാൽ മാർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതങ്ങോട്ട് ദഹിക്കത്തില്ലായിരുന്നു. ഇതെന്താണ് ഈ പറയണത്, 10 പോലെ പഠിച്ചാൽ പോരെ എന്നൊക്കെ ആയിരുന്നു പലരും ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ, 10 പോലെ പഠിച്ചു കഴിഞ്ഞാൽ +1 മാർക്ക് കിട്ടത്തില്ല എന്ന്, അല്ലെങ്കിൽ 10 പോലെ അല്ല +1 +2 പഠിക്കേണ്ടതെന്ന്. ഇപ്പം നിങ്ങൾ +1 പരീക്ഷ എഴുതി കഴിഞ്ഞവരാ. അപ്പം ഇനി ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ പഠിക്കണം, ഇതിങ്ങനെ പഠിക്കണം. ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും +2 ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറുകളും ചെയ്യേണ്ട രീതികളും. അഡീഷണലായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി വരും. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും കമ്പ്യൂട്ടറിനും ബയോളജിക്കും പ്രാക്ടിക്കൽസ് കൂടി ഉണ്ടാകും. അപ്പോൾ സാധാരണ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമില്ലേ, ഒരു ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരിയൊക്കെ ആകുന്ന സമയം, ഈ സമയത്താണ് നമ്മൾ സാധാരണ എക്സാമിന് വേണ്ടിയൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് ഇപ്പോൾ കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി തുടങ്ങുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് വരുന്നത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രാക്ടിക്കൽസ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെയും റഫ് റെക്കോർഡ് വെക്കണം, ഫെയർ റെക്കോർഡ് വെക്കണം, അങ്ങനെ കുറേ പരിപാടികൾ വരും. റെക്കോർഡൊക്കെ എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ സാധാരണ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5-6 മണിയൊക്കെ ആയിരിക്കും വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടാകത്തില്ല, കാര്യം ഇത് എഴുതി തീർക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇത്തിരി ആയിട്ട് ഇടയ്ക്കൊക്കെ പഠിച്ചു പോന്നാൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് ഒരു വലിയ കുഴപ്പമില്ലാതെ പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കാര്യം ഇതുവരെയും തീരുമാനമായിട്ടില്ല. നേരത്തെ വരുമോ അതല്ലെങ്കിൽ അവസാനമായിരിക്കും തീരുമാനമായിട്ടില്ല. ഇത് അവസാനം കൂടിയാണ് വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുകൂടി പിന്നെയും പഠിക്കണം അവസാനം വരെ. +1 കാര്യങ്ങളെല്ലാം അവസാനം വീണ്ടും പഠിക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളിപ്പോഴേ ഇത്തിരി പഠിച്ചു തുടങ്ങും. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, +1 വെച്ച് നോക്കാൻ നേരത്ത് +2 എങ്ങനെയാണ്, പാടാണോ ബുദ്ധിമുട്ടാണോ? മിക്കവരും പറയും പാടാണെന്ന്. പക്ഷെ ഞാൻ ബുദ്ധിമുട്ടാണ് പാടാണെന്നൊന്നും ഞാൻ പറയില്ല. +1 കൂടുതൽ +2 പഠിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമിന് മാത്സിൻ്റെ കാര്യം പറഞ്ഞാൽ, മാത്സിൽ +1 നിങ്ങൾക്ക് ഇത് ഇത്രയുള്ള ഒരു ടെക്സ്റ്റ് അല്ലായിരുന്നോ? അതുപോലത്തെ 2 ടെക്സ്റ്റുകളുണ്ട് +2. പാർട്ട് 1ഉം പാർട്ട് 2ഉം. അങ്ങനെ 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി വെക്കുമ്പോൾ ഏകദേശം ഇത്രയും വരും. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു തീർക്കേണ്ടതാണ്. അത്രേ ഉള്ളൂ. നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അത് ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, മറ്റതൊക്കെ പോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ അമ്പാക്കണില്ല. നമ്മൾ ക്ലാസ്സിലല്ല, നമ്മൾ എങ്ങനെയാണ് +2 ചാപ്റ്റേഴ്സ് കിടക്കുന്നത്, അതെന്താണെന്നൊക്കെ ഒന്ന് പറയുകയാണ്. നിർബന്ധമായിട്ടും എല്ലാവരും കേൾക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യമായിട്ട് +1 വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാനിത് കേൾക്കണമെന്ന് പറയും. കാര്യം അത് മനസ്സിലായി പൊക്കോളും. പക്ഷേ നിങ്ങൾ +1 കഴിഞ്ഞിട്ട് +2 വരുന്നതാണ്. +1 കുറേ കണ്ടിന്യൂവേഷനാണ് ഈ ചാപ്റ്ററുകളെല്ലാം. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ്, ഇത് ഏതിൻ്റെയൊക്കെ കണ്ടിന്യൂവേഷനാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അത് കൃത്യമായിട്ട് തനിയെ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മിക്കവരും തനിയെ പഠിക്കാൻ താല്പര്യമുള്ളവരാണ്, അല്ലെങ്കിൽ ഇതെടുത്ത് വെച്ചിരുന്ന് കാണത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് മൊത്തം നിങ്ങളുടെ പഴയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളെടുത്ത് നോക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് മൊത്തം 13 ചാപ്റ്ററുകളുണ്ട്. എത്ര ചാപ്റ്ററുകളുണ്ട്? 13 ചാപ്റ്ററുകളുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്നും ശ്രദ്ധിച്ചോളണം, ഈ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തതാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തതാണ് ഫുള്ളായിട്ട്. ബാക്കി എല്ലാ ചാപ്റ്ററുകളും ഉണ്ട്. പിന്നെയും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നിന്നും കുറേ ചെറിയ പോർഷൻസ് പിന്നെയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നവർ ആ ഡിലീറ്റഡ് പോർഷൻസ് എടുത്ത് നോക്കി അത് ഒഴിവാക്കി പഠിച്ചോളണം. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ, അതായത് ഒരു 2 കൊല്ലം മുമ്പ്, അതായത് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി പഠിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആ പോർഷൻസ് മാറ്റിയായിരിക്കും പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. പക്ഷേ പഴയ ടെക്സ്റ്റ് ബുക്കാണ് മിക്കവരുടെ കയ്യിലും ഇരിക്കുന്നത്. പണ്ടത്തെ ടെക്സ്റ്റ് ബുക്ക്, കാര്യം മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കൊണ്ട് വെച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് വെച്ചാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഡിലീറ്റഡ് പോർഷൻസ് നോക്കി അത് മാറ്റിയിട്ട് വേണം പഠിക്കാൻ. വലിയ കാര്യമൊന്നുമില്ല. ഗൂഗിളിൽ വെറുതെ ഡിലീറ്റഡ് പോർഷൻസ് +2 കേരള സിലബസ് എന്നുകൂടി അടിക്കണം. അപ്പോൾ നമ്മുടെ ഡിലീറ്റഡ് പോർഷൻസ് വരും +2.
അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അത് ആ ഫ്രണ്ടിൽ നിന്ന് വെട്ടി അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ നേരത്തെ ഓർമ്മ വന്നോളൂ. കേട്ടല്ലോ. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്റർ ശ്രദ്ധിക്കണം. നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ കുട്ടിയെ കേട്ടിട്ടുണ്ടോ നമ്മൾ? ഇല്ലേ? എവിടെയാണ്? കഴിഞ്ഞ വർഷം, അതായത് +1 രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ? +1 രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് റിലേഷൻ എന്താണെന്ന് പഠിച്ചു, ഫങ്ഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ കണ്ടിന്യൂവേഷൻ, അതിൻ്റെ ബാക്കി. കേട്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ പഠിച്ചിട്ടില്ല എങ്കിൽ ചെറുതായിട്ടൊരു പ്രശ്നം വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ അല്ല, ആദ്യമായിട്ട് പഠിക്കുന്നവർ മറ്റതൊക്കെ എന്താണെന്നൊന്ന് മറിച്ച് നോക്കണം, അത്രേ ഉള്ളൂ. നമ്മളിവിടെ ക്ലാസ് ഇടാൻ നേരത്ത് നമ്മൾ കഴിഞ്ഞ തവണ എന്താണെന്ന് പഠിച്ചതെന്നൊക്കെ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടേ തുടങ്ങുകയുള്ളൂ. അപ്പോൾ റിലേഷൻ ആൻഡ് ഫങ്ഷൻ നിങ്ങൾ കഴിഞ്ഞ തവണ പഠിച്ച റിലേഷൻ ആൻഡ് ഫങ്ഷൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇനി ശ്രദ്ധിക്കും, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഞാനിങ്ങനെ പല പല സെറ്റായിട്ട് എഴുതിയേക്കുന്നതിന് കാരണമുണ്ട് കേട്ടോ, വെറുതെ അല്ല എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചു, രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ച ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ഇല്ലേ, സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സുകളുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് ഏതാണത്? ഇങ്ങനെയൊക്കെ എഴുതുന്നത്, സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതൊക്കെ പഠിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ തവണ പഠിച്ച ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂവേഷൻ ആണെന്ന് പറയാം. അതിൻ്റെ ഇൻവേഴ്സുകളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. കേട്ടല്ലോ. അപ്പോൾ ഈ ആദ്യത്തെ 2 ചാപ്റ്ററുകളും കഴിഞ്ഞ തവണത്തെ കണ്ടിന്യൂവേഷനാണ് ആണല്ലോ. ഇതേ പിന്നെയുള്ള അടുത്ത 2 ചാപ്റ്ററുകൾ ഇപ്രാവശ്യം ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതേ പറയുള്ളൂ, മെട്രിക്സും ഡിറ്റർമിനൻറ്റും. മെട്രിക്സ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ സെറ്റ് പഠിച്ചില്ലേ? സെറ്റ് ആദ്യമായിട്ടല്ലായിരുന്നോ പഠിച്ചത് കഴിഞ്ഞ തവണ? അത് എളുപ്പമല്ലായിരുന്നോ? ഇതുപോലെ ഇപ്രാവശ്യമുള്ള ഒരു കാര്യമാണ് മെട്രിക്സ്. പുതിയൊരു കാര്യമാണ്, എളുപ്പമുള്ളൊരു കാര്യമാണ്. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, വെറുതെ കോളമൊക്കെ വരച്ച് അതിൻ്റെ അകത്ത് എഴുതുന്ന പരിപാടിയാണ്. പക്ഷെ ഒരു പ്രശ്നം, ഈ മെട്രിക്സിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഡിറ്റർമിനൻസ്. മെട്രിക്സിൻ്റെ ബാക്കിയാണ്. ഞാനെങ്കിൽ ഇത് ഒറ്റ ചാപ്റ്ററായിട്ട് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അത് 2ആയിട്ട് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ മെട്രിക്സിൻ്റെ ബാക്കിയാണ് ഡിറ്റർമിനൻസ്. അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ തവണത്തെ റിലേഷൻ്റെ ബാക്കിയാണ്, രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ തവണത്തെ ട്രിഗ്നോമെട്രിയുടെ ബാക്കിയാണ്, മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് 4ാമത്തെ ചാപ്റ്റർ. ഇനിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന +2 സെക്ഷനിലേക്ക് കിടക്കുന്നത്. ഇത് 4 ഇതിൻ്റെ 4 പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ +1ഉം +2ഉം പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്നതാണ്. ഇൻ്റഗ്രേഷൻ ഉണ്ടാവും, ഡിഫറൻസിയേഷൻ ഉണ്ടാവും എന്നൊക്കെ. അതൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ആദ്യത്തെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതാണ് സത്യം പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇതാണ് സത്യം പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഡിഫറൻസിയേഷൻ്റെ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ തവണ പഠിച്ച ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. കഴിഞ്ഞ തവണ +1 പഠിച്ച ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഇല്ലേ, അതിൻ്റെ ബാക്കിയാണ് ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കേട്ടല്ലോ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ മറ്റത് അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. ഇതൊക്കെ പോലെ ചെറുതായിട്ട് അറിഞ്ഞാൽ പോരാ, മറ്റേ ചാപ്റ്റർ മുഴുവനായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കാൻ പറ്റുള്ളൂ. കേട്ടല്ലോ. അതായത് ആ ഡെറിവേറ്റീവ്സ് ഒക്കെ കഴിഞ്ഞ തവണ പഠിച്ചില്ലേ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, കോസ് എക്സിൻ്റെ -sin x ആണ് എന്നൊക്കെ, ടാൻ എക്സിൻ്റെ sec²x ആണെന്നൊക്കെ പഠിച്ചില്ലേ. അതൊക്കെ വേണമെന്ന്, അത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണ പഠിച്ച ഏതിൻ്റെയാണ്? ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ബാക്കിയാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിൻ്റെ അകത്താണ് ഡിഫറൻസിയേഷൻ വരുന്നത്, അല്ലെങ്കിൽ ആ ചാപ്റ്ററാണ് ഡിഫറൻസിയേഷൻ. അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയല്ലേ ഇത്? അല്ലേ? ഉറപ്പായിട്ടും അതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലേ പഠിക്കുന്നത്. അപ്പോൾ 5ാമത്തതിൻ്റെ ബാക്കിയാണ് ഇത്. ഇനി
അടുത്ത ചാപ്റ്ററിൻ്റെ പേര് ഇൻ്റഗ്രേഷൻ, ഇൻ്റഗ്രൽസ്. അതാണ് നമ്മൾ പറയുന്ന ഇൻ്റഗ്രേഷൻ. ഈ ചാപ്റ്ററിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഇൻ്റഗ്രേഷൻ പഠിക്കുന്നത്. ഇനി ഈ ഇൻ്റഗ്രൽസിൻ്റെ ബാക്കിയാണ് ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. അപ്പോൾ അത് ഡിഫറൻസിയേഷൻ, അതിൻ്റെ ബാക്കി, ഇൻ്റഗ്രേഷൻ, അതിൻ്റെ ബാക്കി, ഇനി അവസാനം ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് ഇത് രണ്ടും ചോദിക്കും. അതായത് ഇൻ്റഗ്രേഷനും ചോദിക്കും, ഡിഫറൻസിയേഷനും ചോദിക്കും. അതായത് ഇതെല്ലാം കൂടി വരുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ബാക്കിയാണിത്, അതിൻ്റെ ബാക്കിയാണിത്, അതിൻ്റെ ബാക്കിയാണിത്, അതിൻ്റെ ബാക്കിയാണിത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു ലീവ് എടുത്താൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അടുത്ത ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു 2 ദിവസമൊക്കെ അടുപ്പിച്ച് ലീവ് എടുത്താൽ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അടുത്ത സെക്ഷന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെക്ഷനൊക്കെ സ്കൂളിൽ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോഴോ ലീവ് എടുക്കാതിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. നിർബന്ധമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. കേട്ടല്ലോ. ഇനിയും ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് നിങ്ങൾ തനിയെ പഠിച്ചെടുക്കാൻ തുടങ്ങുവാണെന്ന് വിചാരിച്ചു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ യൂട്യൂബൊക്കെ നോക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ തനിയെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ട്യൂഷനും പോയി പഠിക്കേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കുന്നത് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ യൂട്യൂബ് നോക്കുന്നത് തന്നെ നിങ്ങൾക്ക് തനിയെ പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്, അല്ലേ? അത് നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ ചാപ്റ്ററുകൾ പഠിക്കാൻ തീരുമാനിക്കുവാണ് എക്സാമിനോ അതിന് മുമ്പോ ഒക്കെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചാപ്റ്റർ നിങ്ങൾ എവിടുന്ന് പഠിച്ചു തുടങ്ങും? ഇവിടുന്ന് പഠിച്ചു തുടങ്ങിയാൽ മതിയോ? പോരാ. കാര്യം എന്താ? ഇത് ഏതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണെന്നാണ് പറഞ്ഞത്? കഴിഞ്ഞ തവണ പഠിച്ച ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പം നിങ്ങൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആദ്യം നോക്കണം, എന്നിട്ടേ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കാവുള്ളൂ, എന്നിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കാവുള്ളൂ, എന്നിട്ട് ഡിഫറൻസിയേഷൻ പഠിച്ച് കഴിഞ്ഞിട്ടേ ഇൻ്റഗ്രേഷൻ പഠിക്കാവുള്ളൂ, ഇൻ്റഗ്രേഷൻ പഠിച്ച് കഴിഞ്ഞിട്ടേ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ പഠിക്കാവുള്ളൂ, ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടേ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിക്കാവുള്ളൂ. ഇത് കണ്ടിന്യൂസ് ആണ്. ഇത് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് +2 മാത്സ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ പാടായതുകൊണ്ടല്ല, ഇത് ഒരുപാട് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം ചെറുതായിട്ട് വിട്ട് കളഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പോർഷൻ പഠിപ്പിച്ചത് നിങ്ങൾ അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ ചിലപ്പോൾ അടുത്ത പോർഷൻ മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിനോട് തന്നെ വെറുപ്പാവും. അതാണ് കാര്യം. അപ്പോൾ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും അടങ്ങുന്ന ഒരു 5 ചാപ്റ്ററുകളുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് വിട്ട് കളയാൻ പറ്റത്തില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +2 ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നൊരു ഭാഗമാണത്, അല്ലേ? 5 ചാപ്റ്ററുകളില്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, 5 ചാപ്റ്ററുകളിൽ നിന്ന് എന്തോരം ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിത് വിട്ട് കളയാൻ പറ്റത്തില്ല. നമുക്ക് പഠിക്കാൻ സത്യം പറഞ്ഞാൽ എളുപ്പമുള്ളൊരു സെഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെഷനാണ് ഇതൊക്കെ. നമുക്ക് പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ഉത്തരവൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷമൊക്കെ വരും. കാര്യം ഞാൻ തനിയെ ചെയ്തെടുത്തതാണല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരും. മറ്റതുപോലെ ഇങ്ങനെ വെറുതെ നമ്മൾ സ്പൂണിൽ കോരിത്തരുന്ന പോലത്തെ സെറ്റപ്പ് അല്ല ഇത് നിങ്ങൾക്ക് തനിയെ നിങ്ങളും കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് +1 +2 ബുദ്ധിമുട്ടാണെന്ന് കുറേ പേര് പറയുന്നത്. അതല്ലാതെ പഠിക്കാൻ പാടായതുകൊണ്ടല്ല. ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. ഇതിൻ്റെ ഇടയ്ക്കത് ഒരു ചാപ്റ്റർ വിട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററുകൾ മനസ്സിലാവില്ല. അത്രേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെക്റ്റർ ഓൾജിബ്രയിലേക്ക് കിടക്കും. നമ്മൾ മറ്റേ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, I, J, K ഒക്കെ വരുന്ന 3i + 2j + 5k എന്നൊക്കെ പറഞ്ഞ് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? അതാണ് വെക്റ്റർ ഫോമുകൾ, ഡയറക്ഷൻ കൂടി പറയും. കേട്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് വെക്റ്റർ ഓൾജിബ്ര. അത് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുകയാണ്, കേട്ടല്ലോ. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ഫിസിക്സിൽ പഠിച്ച കാര്യത്തിൻ്റെ ബാക്കിയാണ്. ഇത് നോക്കൂ, 3 ഡയമെൻഷണൽ ജിയോമെട്രി. കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ച 3D ഇല്ലേ, ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജിയോമെട്രി, അതിൻ്റെ ബാക്കിയാണ്. ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജിയോമെട്രിയുടെ ബാക്കിയാണ്. ഇനി അത് എന്താണെന്നൊന്നും പറയണ്ടല്ലോ, കഴിഞ്ഞ തവണ പഠിച്ചതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞു പോകാത്തത്. ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക,
സെക്ഷൻ ഫോർമുല എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി ലീനിയർ പ്രോഗ്രാമിംഗ് മാറ്റിക്കളഞ്ഞു. സത്യം പറഞ്ഞാൽ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു, അത് മാറ്റിക്കളഞ്ഞു. ഇനി പ്രോബബിലിറ്റി കഴിഞ്ഞ തവണ പഠിച്ച പ്രോബബിലിറ്റിയുടെ ബാക്കിയാവും. ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയൊക്കെ ആരോ ഇട്ടിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞ തവണ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇത് കഴിഞ്ഞ തവണ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇത് കഴിഞ്ഞ തവണ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇത് കഴിഞ്ഞ തവണ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് അടുത്തത്, അതിൻ്റെ ബാക്കിയാണ് അടുത്തത്, അതിൻ്റെ ബാക്കിയാണ് അടുത്തത്, അതിൻ്റെ ബാക്കിയാണ് അടുത്തത്. ഇതാരുടെയും കണ്ടിന്യൂവേഷൻ അല്ല, ഇത് കഴിഞ്ഞ തവണ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇതും കഴിഞ്ഞ തവണ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. കണ്ടിന്യൂവേഷൻ അല്ലാതെ വരുന്ന 2 ചാപ്റ്ററുകൾ, ഒന്ന് ഇത് മെട്രിക്സും ഡിറ്റർമിനൻസും. പക്ഷെ ഒരു കാര്യം, മെട്രിക്സിൻ്റെ ബാക്കിയാണ് ഡിറ്റർമിനൻസ്. അപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ആദ്യം ഡിറ്റർമിനൻ്റ് എടുത്ത് വെച്ച് പഠിക്കരുത്. എന്ത് പഠിക്കണം? മെട്രിക്സ് പഠിക്കണം. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ രാവണപ്രഭു കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് കാണണം? ദേവാസുരം കാണണം, അല്ലേ? എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഏതാണ് വെക്റ്റർ ഓൾജിബ്ര? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ പഠിക്കാം, അതിന് വേറെ ഒരു കണക്ഷനും ഇല്ലാത്ത സെറ്റപ്പാണ്. പക്ഷേ വെക്റ്റർ ഓൾജിബ്ര ഒഴിച്ച് ബാക്കിയെല്ലാം നോക്കിയേ, +2ൻ്റെ പ്രത്യേകത നോക്കിയേ, +2 മാത്സിൻ്റെ പ്രത്യേകത, വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്ററുകളും എവിടെയെങ്കിലൊക്കെ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് കുറേ പേര് +2 മാത്സ് പാടാണെന്ന് പറയുന്നത്. കാര്യം കണ്ടിന്യൂവേഷനാണ്. അതിന് മുമ്പത്തതിൻ്റെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇപ്രാവശ്യം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിൽ വെച്ച് വേണം പഠിക്കാൻ. ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഇപ്പം നിങ്ങൾ തനിയെ പഠിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 3 ഡയമെൻഷണൽ ജോമെട്രി എടുത്ത് വെച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ വെറുതെ ആണെങ്കിലും കഴിഞ്ഞ തവണത്തെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കിക്കോണം. അത്രേ ഉള്ളൂ. കാര്യം ആ പേരുകളൊക്കെ നമ്മൾ മറന്നു പോകരുത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ റിലേഷൻ എന്ത്, ഫങ്ഷൻ എന്ത് എന്ന് പറഞ്ഞൊരു എന്താണെന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇത്രയും സമയം നമ്മൾ പറയാൻ കാര്യം, ഇത്രയും കണ്ടിന്യൂസ് ചാപ്റ്റേഴ്സ് വരുന്ന വേറൊരു സബ്ജക്റ്റ് ഇല്ല +2ൽ. ഇപ്പോൾ ഫിസിക്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡെറിവേഷൻസ് ഉണ്ട്. കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ട് മൊത്തം ഓർഗാനിക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൃത്യമായി പഠിച്ചിരിക്കണം. കേട്ടല്ലോ? അപ്പോൾ നിർബന്ധമാണ്. ഇതെന്താ ഞാൻ പറഞ്ഞല്ലോ, ഇത് പാടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പാടുമല്ല, ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു സാധനമാണ്. പക്ഷെ ഇതൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമുള്ള കാര്യം. കേട്ടല്ലോ? അപ്പോൾ നമുക്ക് +2 പഠിച്ച് തുടങ്ങിയേക്കാം. വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഓക്കെ.